ബഹുമാനപ്പെട്ട ജോസച്ച, പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറെ സന്തോഷത്തോടുകൂടിയാണ് നമ്മൾ ഇന്ന് ഇതിന് തുടക്കം കുറിക്കുന്നത്. നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം അല്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് നമ്മൾ പോവുകയാണ്, ഈശോയെ കുറിച്ച്. നമുക്കറിയാം, സെമിനാരിയിലൊക്കെ ക്രിസ്റ്റോളജി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. നമുക്കറിയാം, യേശുവിനെ അറിയുമ്പോഴാണ് നമുക്ക് കൂടുതൽ സ്നേഹിക്കാൻ പറ്റുന്നത്. ആ അറിവ് യഥാർത്ഥത്തിലുള്ള അറിവാകുമ്പോഴാണ് നമുക്കതൊരു വലിയ ബോധ്യവും അനുഭവമായി മാറുന്നത്. അപ്പൊ ഈ സ്റ്റഡി ക്ലാസ്സിൽ നമ്മളെ സഹായിക്കാനായിട്ട് ജോസച്ചനുണ്ടെന്നുള്ളതാണ്. സാധാരണഗതിയിൽ നമ്മൾ പുസ്തകങ്ങളൊക്കെ വായിച്ച് പഠിക്കുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന ആള് ആരെങ്കിലും പുസ്തകം വായിച്ചിട്ട് അത് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നമ്മളെ പഠിപ്പിക്കാറുള്ളത്. എന്നാൽ ഇതിന്റെ ഒരു പ്രത്യേകത, നമ്മുടെ ഓതർ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നു. കാരണം അത് ഏത് ഉദ്ദേശത്തോടു കൂടിയാണ് എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ എത്രമാത്രമാണ് അതിന്റെ പിന്നിലുള്ള പഠനങ്ങൾ അല്ലെ ചിന്തകളെന്ന് നമുക്ക് നേരിട്ട് മനസ്സിലാക്കാനായിട്ട് ഈ ജോസഫിന്റെ ഈ ക്ലാസ്സിലൂടെ സാധിക്കുന്നു എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. എനിക്കറിയാം, നിങ്ങൾക്ക് കുറച്ചുമൊക്കെ പേർക്ക് പുസ്തകം കിട്ടിയിട്ടുണ്ട്. എങ്കിലും ഇത് വലിയ ഒരു അനുഭവമായിരിക്കും. ദൈവശാസ്ത്രം പഠിക്കുക, ഈശോയെ കുറിച്ച് ആ രീതിയിൽ അതിന്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കുക എന്നുള്ളതൊക്കെ പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ അറിവ്. ആ അറിവ് നിങ്ങൾക്ക് ജ്ഞാനമായി വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. ഏറ്റവും സ്നേഹത്തോടെ എനിക്ക് തോന്നുന്നു ജോസഫ് നമ്മുടെ കൂടെ ആയിരിക്കുന്നത് ഇങ്ങനെയുള്ള നമ്മളെ ക്ലാസ്സുകളിലൂടെ നമ്മളെ ആത്മീയമായിട്ട് നയിക്കാനാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അച്ഛൻ ഏറെ സന്തോഷമുണ്ട്. അച്ഛൻ ഇങ്ങനെയുള്ള ശുശ്രൂഷകളിൽ ഞങ്ങളെ സഹായിക്കുന്നതിൽ ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടെ അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും ഈ ഇതിൽ പങ്കെടുക്കുന്ന അനേകം പേരുണ്ട്, വിവിധ സ്ഥലങ്ങളിൽ നിന്നാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നത്. എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയും നിങ്ങൾക്ക് ഒരു നല്ല അനുഭവം ആയി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തോമസച്ചന്റെ പ്രാർത്ഥന നമുക്ക് തീർച്ചയായിട്ടും ഒരു ഊർജ സ്രോതസ്സായിട്ട് ഈ ശുശ്രൂഷയ്ക്ക് ദൈവം ഉപകാരപ്പെടുത്തും എന്നുള്ള സത്യമാണ്. പ്രിയപ്പെട്ടവർ, നമുക്ക് ഈ പുസ്തകത്തിന്റെ തുടക്കത്തിൽ ഒരു പ്രാർത്ഥന കൊടുത്തിട്ടുണ്ട്. അത് പേജ് 33-ലാണ്. അതൊന്ന് പുസ്തകമുള്ളവരെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ പ്രാർത്ഥന ഒന്ന്, ഇപ്പോ പുസ്തകം വായിക്കുന്നതിന് മുമ്പ് ഉള്ളൊരു പ്രാർത്ഥനയുമുണ്ട്, വായിക്കുന്നതിന് ശേഷം ഒരു പ്രാർത്ഥനയുമുണ്ട്. വായിക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന നമുക്ക് അർപ്പിക്കാം. ഞാൻ ആ പ്രാർത്ഥന സ്വരത്തിൽ പ്രാർത്ഥിക്കാം. പുസ്തകമുള്ളവര് പുസ്തകത്തെ നോക്കി ഫോളോ ചെയ്യുക, അല്ലാത്തവര് ശ്രവണത്തിലൂടെ പങ്കുചേരുക. ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാണെന്ന് അരുൾ ചെയ്ത കർത്താവേ, ഈ പഠനം വഴി ദൈവിക ജീവനിലുള്ള പങ്കാളിത്തം തന്നെയായ നിത്യജീവൻ ഞങ്ങൾക്ക് നൽകണമേ. ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ ബുദ്ധിമതികളിലും വിവേകികളിൽ നിന്ന് മറച്ചു വെക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്യുന്ന അങ്ങ് യേശുവിനെ ആഴത്തിൽ അറിയാൻ അനുഭവിക്കാനും ഇടയാക്കും വിധം ഞങ്ങളുടെ ബുദ്ധി പ്രകാശിപ്പിക്കുകയും ഹൃദയം ജ്വലിപ്പിക്കുകയും ചെയ്യണമേ. ഈ ഗ്രന്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദൈവിക രഹസ്യങ്ങളുടെ ആഴത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും നയിച്ച് അങ്ങേക്ക് വേണ്ടിയുള്ള ദാഹം ശമിപ്പിക്കണമേ. എളുപ്പത്തിൽ ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടായി തോന്നുമ്പോൾ അങ്ങേ സഹായം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് മുന്നേറാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ബോധജ്ഞാനത്തിന്റെ സിംഹാസനമായ പരിശുദ്ധ കന്യകാമറിയമേ, ഈ ഉദ്യമത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. നമ്മുടെ ഈ പഠനത്തിന്റെ പ്രസക്തിയെ പറ്റിയും ആവശ്യകതയെ പറ്റിയും ജനുവരി 1-ാം തീയതി പോസ്റ്റ് ചെയ്ത ചെറിയ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല, അത് നിങ്ങൾ അനുസ്മരിക്കുന്നുണ്ടാകും. ആ കൂട്ടത്തിൽ വിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനയിൽ നിന്ന് ഒരു പ്രാർത്ഥന അതിനോട് ചേർത്താൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് സർവാധിപനാം കർത്താവേ എന്നുള്ള ഉത്ഥാന ഗീതത്തിന് മുമ്പുള്ള കാർമികന്റെ പ്രാർത്ഥനയിലെ ഒരു പ്രത്യേക പ്രാർത്ഥനയാണ്. ഇങ്ങനെയാണ്: ഞങ്ങളുടെ കർത്താവായ ദൈവമേ,
അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങേ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ, ബാക്കിയുള്ളത് നമുക്കിവിടെ വായിക്കണമെന്നില്ല. ദൈവത്തെ പറ്റിയുള്ള സത്യം അത് നമ്മുടെ ആത്മാവിനെ പ്രകാശിപ്പിക്കും. നമുക്കറിയാം, നമ്മുടെ ഏറ്റവും വലിയ ശക്തിയാണ് നമ്മുടെ ആത്മാവ്. നമ്മുടെ ശരീരത്തെ ഭംഗിയുള്ളതാക്കാൻ നമുക്ക് പലതും ചെയ്യാൻ സാധിക്കും. പക്ഷെ നമ്മുടെ ആത്മാവിനെ പ്രകാശിപ്പിക്കാൻ, ഭംഗിയുള്ളതാക്കാൻ നമ്മെക്കൊണ്ട് പ്രത്യേകിച്ച് ചെയ്യാനൊന്നും സാധ്യമല്ല. അത് ദൈവം ചെയ്യുന്ന ഒരു മഹത്തായ പ്രവൃത്തിയാണ്. നമ്മുടെ ആത്മാവിനെ സൗന്ദര്യമുള്ളതാക്കുക, പ്രകാശിപ്പിക്കുക, സുന്ദരമാക്കുക എന്ന് ദൈവം നമ്മൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു മഹത്തായ കാര്യം. അങ്ങനെ നമ്മുടെ ആത്മാവിനെ ദൈവം പ്രകാശിപ്പിച്ചാൽ മാത്രമേ നമ്മുടെ ആത്മാവ് ദൈവത്തിന് പ്രസാദകരമായി തീരുകയുള്ളൂ. ഇപ്പൊ കുർബാനയിലെ പ്രാർത്ഥനയിൽ സഭ ഓർമ്മിപ്പിക്കുകയാണ്, അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കും. ഇപ്പൊ നമ്മൾ ഈ വിലപ്പെട്ട 1 മണിക്കൂർ ആഴ്ച തോറും ചെലവഴിക്കുകയും അതിന് പശ്ചാത്തലമായി നിർദ്ദേശിക്കുന്ന ഭാഗങ്ങൾ വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ ആത്യന്തികമായ ഫലം എന്താണെന്ന് ഈ ആരാധനക്രമ പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ഏറ്റവും വലിയ നിധിയായ നമ്മുടെ ആത്മാവ് ദൈവത്താൽ പ്രകാശിപ്പിക്കുവാൻ ഈ അറിവ് നമുക്ക് സഹായകരമാകും എന്നുള്ള ഒരു കാര്യം നമുക്ക് ഓർത്തിരിക്കാം. നമുക്ക് ഇന്ന് നമ്മൾ പങ്കുവെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് പ്രോഗ്രാം ഇങ്ങനെയാണ്. നമ്മൾ ആദ്യത്തെ 50 മിനിറ്റോളം ഈ വിഷയം അവതരിപ്പിക്കും. അതിനുശേഷം ഒരു 10 മിനിറ്റ് ഇന്ന് ചർച്ച ചെയ്ത കാര്യത്തെ പറ്റി ചോദ്യങ്ങൾ ചോദിക്കാനും വിശദീകരണങ്ങൾ പറയാനുള്ള സമയമാണ്. അപ്പൊ അവസാനത്തെ 10 മിനിറ്റ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനും വിശദീകരണങ്ങൾ പറയാനുള്ള സമയം ഉണ്ടെന്ന കാര്യം ആദ്യം തന്നെ അറിഞ്ഞിരിക്കാം. നമ്മൾ പുസ്തകത്തിൽ ആദ്യം കൊടുത്തിരിക്കുന്ന പോലെ ഈശോയെ അറിയുന്നതിന് എന്തുകൊണ്ടാണ് ഈശോ അറിയേണ്ടത് എന്നതിനെ പറ്റി 9 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ 9 കാര്യങ്ങൾ താഴെ പറയുന്നവയാണ്. ദൈവത്തെ അറിയാൻ ഒന്നാമത്തേത്, രണ്ടാമത്തത് സ്വയം അറിയാൻ, മൂന്നാമത്തത് ലോകത്തെ അറിയാൻ, നാലാമത്തത് നാം സ്വതന്ത്രരായി തീരാൻ, 5 നാം സന്തുഷ്ടരായി മാറാൻ, 6 നാം യഥാർത്ഥ ക്രൈസ്തവരായി തീരാൻ, 7 ക്രൈസ്തവ പൂർണ്ണത നേടിയെടുക്കുവാൻ, 8 നാം സുവിശേഷ പ്രഘോഷകരായി മാറാൻ, 9 നിത്യജീവനം പ്രാപിക്കാൻ. ഈശോയെ പറ്റി അറിയുമ്പോൾ ലഭിക്കുന്ന 9 ഫലങ്ങളാണ്. നമ്മൾ ദൈവത്തെ അറിയും, സ്വയം അറിയും, ലോകത്തെ മനസ്സിലാക്കും, നാം സ്വതന്ത്രരായി തീരും, നാം സന്തുഷ്ടരായി മാറും, നാം യഥാർത്ഥ ക്രൈസ്തവരായി തീരും, ക്രൈസ്തവ പൂർണ്ണത നാം പ്രാപിക്കാൻ കാരണമാകും, സുവിശേഷ പ്രഘോഷകരായി രൂപാന്തരപ്പെടും, നിത്യജീവൻ നമുക്ക് അവകാശമായി ലഭിക്കുകയും ചെയ്യും. ഇതിൽ ഒന്നാമത്തത് ദൈവത്തെ അറിയുക എന്നതാണ്. ഒന്നാമത്തേത് എന്ന് പറയുമ്പോൾ തന്നെ ബാക്കി 9 എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണെന്ന് വ്യക്തമാണല്ലോ. അപ്പൊ അതേപ്പറ്റി ആണ് നമ്മൾ കൂടുതൽ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങൾ പുസ്തകത്തിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കാനും നമുക്ക് ശ്രമിക്കാം. ഈ സമയപരിധിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ ഒന്നാമത്തെ കാര്യം, ദൈവത്തെ അറിയാൻ ഈശോയെ പറ്റിയുള്ള അറിവ് അനിവാര്യമാണ് എന്നതിനെ പറ്റിയാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. അതിന് സത്യദൈവവും മാനവരക്ഷകനുമായ ഈശോ മിശിഹ എന്ന പുസ്തകത്തിലെ 46-ാമത്തെ പേജിലെ 2 ഖണ്ഡികകൾ നമ്മളിവിടെ വായിക്കുകയാണ്. പേജ് 46. എന്തുകൊണ്ട് യേശുവിനെ അറിയണം?
ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യമാണ്. അതിനൊരു വിശദീകരണമായി താഴെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: മാനുഷിക ജ്ഞാനത്തിന്റെ പരിധിയിൽ പെടാത്തതാണ് ദൈവം എന്ന മഹാരഹസ്യം. മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യനും അതീതനുമായ ദൈവത്തെ വെളിപ്പെടുത്താൻ ദൈവത്തെക്കാൾ കുറഞ്ഞ ആർക്കും സാധ്യമല്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിലെ വ്യക്തി എന്ന നിലയിൽ യേശുക്രിസ്തുവിന് അത് സാധിക്കും. അവിടുന്ന് മനുഷ്യ അവതാരം ചെയ്ത് മനുഷ്യരുടെ ഇടയിലേക്ക് വന്നത് തന്നെ ദൈവത്തെ വെളിപ്പെടുത്താനാണ്. അപ്പോൾ ദൈവത്തെ പറ്റി അറിയുക എന്നതിനെ പറ്റി നമുക്ക് ആദ്യം സംസാരിക്കാം. നമുക്കറിയാം, മനുഷ്യന്റെ അടിസ്ഥാനപരമായ ഒരു ദാഹം സത്യത്തിന് വേണ്ടിയുള്ളതാണ്. ബെനഡിക്റ്റ് പാപ്പ പഠിപ്പിക്കുന്നുണ്ട്, മനുഷ്യന്റെ അടിയന്തര ആവശ്യം സ്നേഹമാണെന്ന് ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും അതിനേക്കാളും അടിസ്ഥാന ആവശ്യം സത്യത്തെ അറിയാൻ വേണ്ടിയുള്ളതാണ്. ഒരു മനുഷ്യന്റെ ജീവിത സാക്ഷാത്കാരം സംഭവിക്കുന്നത് സത്യം തന്നെയായ ദൈവത്തെ അറിയുമ്പോഴാണ്. കൊച്ചുകുട്ടികൾ നമ്മളോട് നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതെന്താണ്, ഇതെന്താണ്, അതെന്താണ്. കുറച്ചുകൂടെ വലുതാകുമ്പോൾ അവർ തന്നെ അറിവ് നേടുന്ന വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പരിശ്രമിക്കും. നമ്മളും പ്രായത്തിൽ എത്ര വർദ്ധിച്ചാലും അറിയാനുള്ള ജിജ്ഞാസ നമുക്കുണ്ട്. നമ്മൾ ടെലിവിഷനോ മാധ്യമങ്ങളോ പത്രങ്ങളോ ഒക്കെ വായിക്കുന്നതിന്റെ പിന്നിലുള്ള ആ ആശയം ഇതാണ്: അറിയുക എന്നത് മനുഷ്യന്റെ ഒരു ആവശ്യമാണ്. അപ്പോൾ ഭൗതിക കാര്യങ്ങൾ അറിയാനുള്ള മനുഷ്യന്റെ ഈ ജിജ്ഞാസ വാസ്തവത്തിൽ ഒരു സൈൻ മാത്രമാണ്, ഒരു ചൂണ്ടുപലക മാത്രമാണ്. സത്യം തന്നെയായ ദൈവത്തെ അറിയാനുള്ള മനുഷ്യന്റെ അടങ്ങാത്ത ദാഹത്തിന്റെ ഒരു പ്രതിഫലനം മാത്രമാണ് ഭൂമിയിലെ കാര്യങ്ങൾ അറിയാനുള്ള മോഹം. സൃഷ്ട വസ്തുക്കളെ പറ്റിയുള്ള അറിവ് സൃഷ്ടാവിനെ പറ്റിയുള്ള അറിവിലേക്കുള്ള യാത്രയാണ്. നാം ഒരു നല്ല ആർട്ട് വർക്ക് കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടാൽ നാം എന്താണ് ചെയ്യുന്നത്? അവിടെ നമുക്കൊരു ജിജ്ഞാസ വരികയാണ്: ഇതാരാണ് ഇത് വരച്ചതിൽ ഉണ്ടാക്കിയത്? ആരാണ് ഈ ആർട്ടിസ്റ്റ്? അതുകൂടെ അറിഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് വാസ്തവത്തിൽ ആ ആർട്ട് കണ്ടതിലുള്ള സന്തോഷം പൂർണ്ണമായി തീർന്നു. പ്രപഞ്ചത്തിലെ രഹസ്യങ്ങൾ, സയൻസ് ആൻഡ് ടെക്നോളജി, ഇതറിയാൻ വേണ്ടിയാണ് നമ്മൾ ആയുസിന്റെ ഭൂരിപക്ഷ സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ആവറേജ് മനുഷ്യന്റെ നമ്മുടെ ആവറേജ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇപ്പൊ ഡിഗ്രി ഒക്കെയാണ്. എത്ര വർഷം എടുക്കുന്നുണ്ട്? ഏതാണ്ട് 12, 15, 16 വർഷങ്ങൾ. 16 വർഷങ്ങൾ ഒരു ദിവസം ഏകദേശം 7-8 മണിക്കൂർ വെച്ച് 16 വർഷങ്ങൾ തുടർച്ചയായി പഠനത്തിൽ മുഴുകുകയാണ്. ഇനി ഒരു ജോലി സമ്പാദിക്കണമെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് പഠനം നടത്തുന്നുണ്ട്. ഈ പഠനങ്ങളെല്ലാം നമുക്ക് ഈ ജീവിതത്തിൽ ആവശ്യമായതുകൊണ്ടാണ്. പക്ഷെ അവ ഒരു ചൂണ്ടുപലകയാണ് സത്യത്തിന്റെ പൂർണ്ണതയായ ദൈവത്തെ അന്വേഷിച്ചറിയാൻ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു കാണിക്കുകയാണ്. ചെറിയ ഭേദോപദേശം ഒരു പുസ്തകം, മുതിർന്നവർക്ക് ഓർമ്മയുണ്ടാകും, ചെറിയ ഭേദോപദേശം. അത് കത്തോലിക്ക സഭയിൽ ആദ്യം എല്ലായിടത്തും പ്രാബല്യത്തിലായിരുന്ന ബാൾട്ടിമോർ കാറ്റക്കിസത്തിന്റെ
നമ്മുടെ ഭാഷയിലുള്ള ഒരു പതിപ്പാണ് ചെറിയ വേദോപദേശം. അതിന്റെ ആദ്യ ഭാഗത്ത് നമസ്കാരങ്ങളാണ്, അവസാന ഭാഗത്ത് ചോദ്യോത്തരങ്ങളാണ്. ആ ചോദ്യോത്തരങ്ങൾ നിസ്സാരമൊന്നുമില്ല. കത്തോലിക്ക ദൈവശാസ്ത്രം മുഴുവനും ഗുളിക രൂപത്തിൽ ചേർത്ത് വെച്ചിരിക്കുന്നതാണ് ആ ചോദ്യത്തിൽ ഉത്തരത്തിൽ. അല്ല, ഒന്നാമത്തെ ചോദ്യം ആരാണ് നിന്നെ സൃഷ്ടിച്ചത്? അതിന്റെ ഉത്തരം ദൈവമാണ് ഇല്ലായ്മയിൽ നിന്ന് എന്നെ സൃഷ്ടിച്ചത്. രണ്ടാമത്തെ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തിനാണ് ദൈവം നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്? ആ ഉത്തരം എങ്ങനെയാണ്? ദൈവത്തെ അറിയാൻ. ആ ഉത്തരത്തിന് 3 ഭാഗമുണ്ട്. ദൈവത്തെ അറിഞ്ഞ്, സ്നേഹിച്ച്, വിശുദ്ധ കൽപ്പനകൾ പാലിച്ച് നിത്യരക്ഷ പ്രാപിക്കുക. അപ്പൊ ഈ നിത്യരക്ഷ പ്രാപിക്കുക എന്ന് പറയുന്നതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സാക്ഷാത്കാരം, ജീവിതത്തിന്റെ ഫലദായകത്വം, ജീവിതത്തിന്റെ പൂർണ്ണത. നിത്യരക്ഷ പ്രാപിക്കലാണ്. നിത്യരക്ഷ പ്രാപിക്കുന്നതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് ദൈവത്തെ അറിയലാണ്. ആ ഉത്തരത്തിന്റെ ക്രമം ശ്രദ്ധിക്കുക. എന്തിനാണ് ദൈവം നിന്നെ സൃഷ്ടിച്ചത്? ദൈവത്തെ അറിഞ്ഞ്, സ്നേഹിച്ച്. സ്നേഹിക്കണമെങ്കിൽ അറിയണം ആദ്യം. അറിയാത്ത എങ്ങനെ സ്നേഹിക്കും? അറിഞ്ഞ്, അടുത്ത സ്റ്റെപ്പ് സ്നേഹിച്ച്. ആ സ്നേഹം പിന്നെ എങ്ങനെ പ്രവൃത്തിയിലാക്കും? ഈശോ പറയുന്നുണ്ട്, എന്നെ സ്നേഹിക്കുന്നത് എന്റെ കൽപ്പനകൾ പാലിക്കും. അപ്പൊ ആ ഉത്തരം എന്ത് മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്, സംഗ്രഹിച്ചിരിക്കുന്നത്. ദൈവത്തെ അറിഞ്ഞ്, ദൈവത്തെ സ്നേഹിച്ച്, തൽഫലമായിട്ട് കൽപ്പനകൾ പാലിച്ച്. ഇത്രയും കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടാൻ പോകുന്ന എന്താ? നിത്യമായ രക്ഷയാണ്. അപ്പോൾ മാനുഷികമായിട്ട് നമ്മൾ ജിജ്ഞാസയോടെ ഒരുപാട് കാര്യങ്ങൾ അറിയാനും പഠിക്കാനും പലതിലും നമ്മൾ എക്സ്പേർട്സ് ആകാനും ശ്രമിക്കാറുണ്ടെങ്കിൽ അതിനേക്കാൾ എത്രയോ അധികമായിട്ട് നമുക്ക് ഉണ്ടാകേണ്ട ഒരു താല്പര്യമാണ് ദൈവത്തെ അറിയാൻ, ദൈവം എന്ന രഹസ്യം മനസ്സിലാക്കാൻ. സങ്കീർത്തനമല്ല, സുഭാഷിതങ്ങളുടെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ദൈവഭക്തിയാണ് ജ്ഞാനത്തിന്റെ ഉറവിടം, പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. അതിൽ 2-ാം ഭാഗം നമുക്ക് ഫോക്കസ് ചെയ്യാം. പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. പരിശുദ്ധനായനെ അറിയുന്നതാണ് യഥാർത്ഥ അറിവെന്ന് പറയാനാണ് എനിക്ക് തോന്നിയത്. പക്ഷെ വചനം എഴുതിയിരിക്കുന്നത് അങ്ങനെയല്ല. അറിവെന്ന വാക്കിന് യോഗ്യത ഉണ്ടാകുന്നത് ഏത് കാര്യ? പരിശുദ്ധനായവനെ അറിയുന്നത് മാത്രം. പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. അറിവ് എന്ന ആ ക്രിയ, അറിയുക എന്ന ക്രിയ, അതിന് മീനിങ് ഉണ്ടാകുന്നത് ദൈവത്തെ അറിയുമ്പോൾ മാത്രം. അത് ഞാൻ പറഞ്ഞത്, സയൻസും ടെക്നോളജിയും അറിയാനുള്ള പരിശ്രമങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ഒരു ദൈവത്തെ അറിയുന്നതിനുള്ളൊരു മുന്നോടി മാത്രം, ഒരു ഒരുക്കം മാത്രമേ ആകുന്നുള്ളൂ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മ പറയുന്നത്, പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. സങ്കീർത്തനം 42-ൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. 42-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങൾ. നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ എന്റെ ഹൃദയം അങ്ങയെ തേടുന്നു. ആ ഉദാഹരണം എത്ര പൂർണ്ണമായ ഉദാഹരണം! നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ എന്റെ ഹൃദയം അങ്ങയെ തേടുന്നു. എന്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു, ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി തന്നെ. സങ്കീർത്തനം 63-ൽ 1-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുകയാണ്, ദൈവമേ അവിടുന്നാണ് എന്റെ ദൈവം, ഞാൻ അങ്ങയെ തേടുന്നു, എന്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു.
ഉണങ്ങി വരണ്ട ഭൂമി എന്ന പോലെ എന്റെ ശരീരം അങ്ങയെ കാണാതെ തളരുന്നു. മലയിലെ പ്രസംഗത്തിൽ ഈശോ പറയുന്നൊരു വാക്കുണ്ട്. 5-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യമാണ്. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവൻ. നീതിക്ക് വേണ്ടിയുള്ള വിശപ്പിനെ പറ്റിയാണ് ഈശോ പറയുന്നത്. ആ വാക്യം എടുത്ത് വായിക്കാം. 5-ാം അധ്യായത്തിന് 6-ാം വാക്യം. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ, അവർക്ക് സംതൃപ്തി ലഭിക്കും. ഇവിടെ നീതി ദൈവത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ്. പരിശുദ്ധി, നീതി, അതിന്റെ പേഴ്സോണിഫൈഡ് ഫോമാണ് ദൈവം. അപ്പൊ ദൈവത്തിന് വേണ്ടി വിശക്കുന്നവർ, ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നവർ സംതൃപ്തരാക്കപ്പെടും. ഈശോ പിന്നീട് യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, എന്റെ അടുക്കൽ വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയുമില്ല. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അറിവിന് വേണ്ടി ഉള്ള ദാഹം, വിശപ്പ്, ഇത് അതിന്റെ പൂർണ്ണതയിൽ പ്രാപിക്കുന്നത് ദൈവത്തെ അറിയുമ്പോഴാണ് എന്ന് പഠിപ്പിക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യമാണ് നമ്മളിപ്പോൾ റെഫർ ചെയ്തത്. അത് ഒന്നുകൂടെ വായിക്കുകയാണ്. യോഹന്നാൻ 6:35. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം, എന്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. ഇപ്പൊ ദൈവത്തെ അറിയുന്നത് വരെ നമ്മുടെ ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാവുകയില്ല എന്നതാണ് ഈ പറയുന്നത്. ഏശയ്യായുടെ പുസ്തകം 55 ഇക്കാര്യം വളരെ വ്യക്തമായിട്ട് ഈ സംതൃപ്തിയെ പറ്റി തന്നെ പറയുന്നുണ്ട്. 55-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളാണ്. ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുവിൻ, നിർധനൻ വന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ, വീഞ്ഞും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളുക, ആഹാരത്തിന് വേണ്ടി അല്ലാതെ എന്തിന് പണം മുടക്കുന്നു, സംതൃപ്തിക്ക് വേണ്ടി അല്ലാതെ എന്തിന് അധ്വാനിക്കുന്നു, എന്റെ വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുക, നന്നായി ഭക്ഷിക്കുകയും വിശിഷ്ട ഭോജ്യങ്ങൾ ആസ്വദിക്കുകയും ചെയ്യും. ഇപ്പൊ കർത്താവിനെ പറ്റിയുള്ള ജ്ഞാനമാണ് വിശിഷ്ട ഭോജ്യം. അത് മാത്രമേ നമ്മളെ സംതൃപ്തരാക്കുകയുള്ളൂ എന്ന് പരിശുദ്ധാത്മാവ് സങ്കീർത്തനങ്ങളോട് പഠിപ്പിക്കുകയാണ്. ഇത് തന്നെയാണ് യോഹന്നാൻ 7:37 ഈശോ പറയുമ്പോൾ കൂടാര പെരുന്നാളിന്റെ അന്ന്, ആ കൂടാര പെരുന്നാൾ 7 ദിവസം നീണ്ടു നിൽക്കുന്ന പെരുന്നാളാണ്. യെരൂശലേമിൽ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ലോകത്ത് നാനാ ഭാഗത്തു നിന്നും ജനങ്ങൾ വന്ന് ഈ പെരുന്നാളിൽ പങ്കെടുക്കുന്നത്, അതിന്റെ കർമ്മങ്ങൾ പങ്കെടുക്കുക. പക്ഷെ അവസാന ദിവസമായിട്ടും ആൾക്കാർക്ക് സംതൃപ്തി ആയിട്ടില്ല. അപ്പൊ ജെറുസലേം ദേവാലയത്തിൽ പ്രത്യേക അധികാരമൊന്നും യേശുവിനില്ല. അവിടുത്തെ ഔദ്യോഗിക പുരോഹിതനൊന്നും അല്ല. എന്നിട്ട് പോലും ഈശോ റിസ്ക് എടുക്കുകയാണ്. ഈ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഈശോ സുവിശേഷം പറയാം, അവൻ എഴുന്നേറ്റ് നിന്ന് തിരുനാളിന്റെ അവസാന ദിവസം അവൻ എഴുന്നേറ്റ് നിന്ന് ഉച്ചത്തിൽ വിളിച്ചു കൂവി, എന്താ, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുത്ത് വരട്ടെ. അപ്പോ യഹൂദന്മാര് വിശുദ്ധ ലിഖിതങ്ങൾ അറിയാവുന്നവരായിരുന്നു. പഴയ നിയമം, പ്രവാചക ഗ്രന്ഥങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. ആ ദൈവത്തെ ആരാധിക്കാൻ ഒരുപാട് ശ്രദ്ധിച്ചിരുന്നവരുമാണ്. പക്ഷേ കർത്താവ് പറയാണ്, ആ ദൈവത്തെ പറ്റിയുള്ള യഥാർത്ഥ അറിവ് എന്നിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.
അതുകൊണ്ട് പഴയ നിയമ ആചാരാനുഷ്ഠാനങ്ങളൊന്നും കർത്താവ് പൊളിച്ച് മാറ്റിയില്ല, അതൊന്നും റദ്ദ് ചെയ്തില്ല. അതൊക്കെ ഈ ഒരുക്കം മാത്രമാണ്. ഈശോ മിശിഹായിലൂടെ കിട്ടേണ്ട പൂർണ്ണ ജ്ഞാനം, ദൈവത്തെ പറ്റിയുള്ള ജ്ഞാനം അതിന്റെ പൂർണ്ണതയിൽ ഈശോയിൽ നിന്ന് കിട്ടുകയുള്ളൂ. അത് കിട്ടാൻ ആ, ആ, അത് കിട്ടിയിട്ടില്ല അവർക്ക്. അതുകൊണ്ടാണ് കർത്താവ് എഴുന്നേറ്റെന്ന് പറയുന്നത്. എല്ലാവരും കേൾക്കാൻ വേണ്ടിയാണ്. തിരുനാളിന്റെ അവസാന ദിവസമാകുമ്പോൾ കൂടുതൽ പേരുള്ള ദിവസമാണ്. അപ്പൊ എന്നിട്ട് എല്ലാവരും കേൾക്കാൻ വേണ്ടി എന്ന ധ്വനി വരാൻ വേണ്ടിയാണ് എഴുന്നേറ്റ് നിങ്ങൾക്ക് മാത്രം ഉച്ചത്തിൽ വിളിച്ചു പറയാണ്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എന്റെ അടുത്ത് വരട്ടെ. ഹെബ്രായ ലേഖനത്തിന്റെ 1-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് ഓർമ്മയുണ്ടാകും. അതിങ്ങനെയാണ്, ഹെബ്രായർ 1:1. പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തന്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അപ്പൊ പ്രവാചകന്മാർ വഴി ദൈവത്തെ പറ്റിയുള്ള വെളിപാട് ഭാഗികമായിട്ട് മാത്രമാണ് നൽകപ്പെട്ടത്. പൂർണ്ണമായ വെളിപാട് ഈശോ മിശിഹായിലൂടെ മാത്രമാണ് നമുക്ക് ലഭ്യമാകുന്നത് എന്ന് പഠിപ്പിക്കുകയാണ്. പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകൾ തന്റെ പുത്രൻ വഴി അവിടെ നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അപ്പോൾ ഈശോ മിശിഹായിലൂടെ ദൈവം താൻ ആരാണെന്ന് പൂർണ്ണമായി വെളിപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് പുതിയ നിയമത്തിൽ ജീവിക്കുന്ന നമുക്ക് ദൈവത്തെ പറ്റി അജ്ഞരായിരിക്കാൻ യാതൊരു അവകാശവും. ദൈവത്തെ പറ്റിയുള്ള അജ്ഞത അതിമാരകമായൊരു പാപമായിട്ടാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈശോയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ദൈവത്തെ പറ്റിയുള്ള അറിവാണ്. 1-ാമത്തെ പോയിന്റ് ഇതാണ്. അതിന് കാരണം നമ്മൾ ആ പുസ്തകത്തിൽ നിന്ന് വായിച്ചത് വീണ്ടും ഒന്നുകൂടെ നമുക്ക് വായിക്കാം. ആ ഖണ്ഡിക അത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വാചകമാണ്. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. അതിനൊരു വ്യാഖ്യാനമായിട്ട് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: മാനുഷിക വിജ്ഞാനത്തിന്റെ പരിധിയിൽ പെടാത്തതാണ് ദൈവം എന്ന മഹാരഹസ്യം. മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യനും അതീതനുമായ ദൈവത്തെ വെളിപ്പെടുത്താൻ ദൈവത്തെക്കാൾ കുറഞ്ഞ ആർക്കും സാധ്യമല്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിലെ ദൈവിക വ്യക്തി എന്ന നിലയ്ക്ക് യേശുക്രിസ്തുവിനാണ് സാധിക്കുക. അവിടുന്ന് മനുഷ്യാവതാരം ചെയ്തത് മനുഷ്യരുടെ ഇടയിലേക്ക് വന്നത് തന്നെ ദൈവത്തെ വെളിപ്പെടുത്താനാണ്. എങ്ങനെയാണ് ഈശോ ദൈവത്തെ വെളിപ്പെടുത്തിയത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഇപ്പൊ വായിച്ചത് നമ്മൾ മനസ്സിലാക്കിയത്, ദൈവത്തെക്കാൾ കുറഞ്ഞ ആർക്കും ദൈവം ആരാണെന്ന് പറഞ്ഞു തരാനുള്ള പ്രാപ്തിയും കഴിവുമില്ല. അപ്പം അതുകൊണ്ട് ഇനി അതിന് വേറൊരു വശം, ദൈവവും മനുഷ്യനും തമ്മിൽ ഉള്ള അകലം എത്ര വലുതാണ്. ദൈവത്തിന്റെ ഭാഷ എങ്ങനെ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുകയില്ല. അപ്പൊ അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനായിട്ട്. ഈ കൊച്ചു കുഞ്ഞുങ്ങളോട് കുഞ്ഞിന്റെ അമ്മ സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. തീരെ പൊടിക്കുഞ്ഞുങ്ങളാണ് ആണെങ്കിൽ കുഞ്ഞിനൊന്നും അമ്മ പറയുന്ന വാക്കുകൾ അർത്ഥം വല്ലതും മനസ്സിലാക്കിയല്ല. അപ്പൊ അമ്മ എന്താ ചെയ്യുന്നത്? ആ കുഞ്ഞിനോളം താഴും ടോൺ, ഭാഷ എല്ലാം ആ കുഞ്ഞിന് അഡാപ്റ്റബിൾ ആക്കും. അമ്മയുടെ ആ കൊഞ്ചിക്കുഴഞ്ഞുള്ള കുഞ്ഞിനുള്ള വർത്തമാനം ആ കുഞ്ഞിന് വേഗം പിടികിട്ടും. വേറെ ആർക്കും അതുപോലെ കുഞ്ഞിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
ദൈവത്തെ പറ്റിയുള്ള മഹത്തായ രഹസ്യം, ആ സത്യം നമ്മളോട് എങ്ങനെ പറഞ്ഞു തരാനാ? നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയല്ല. അതാണ് ദൈവം മനുഷ്യാവതാരം ചെയ്തതിന്റെ ഒരു ഉദ്ദേശം. അതാണ് ഈശോ പിന്നീട് പറയുന്നുണ്ട്, ഇപ്പൊ തന്നെ നമ്മൾ വായിച്ചതാണ്, പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് അവനുമല്ലാതെ ആരും പിതാവിനെ അറിയുന്നു. ഇനി നമുക്ക് ചിന്തിക്കാം, ഈശോയ്ക്ക് മുമ്പുണ്ടായിരുന്ന അറിവ് എന്താണ് ദൈവത്തെ പറ്റി? ഈശോയ്ക്ക് ശേഷം വന്ന വ്യത്യാസം എന്താണ്? ഈശോയ്ക്ക് മുമ്പുണ്ടായിരുന്ന അറിവ് ഒരു ജനറൽ നോളജേ ഉള്ളൂ, ഒരു പൊതുവായ അറിവ് മാത്രം. എന്താണത്? ദൈവം ഏകനാണ്, ദൈവം അനന്തതയിൽ വസിക്കുന്നവനാണ്, ശക്തിപ്രാഭവാനാണ്, സൃഷ്ടികർത്താവാണ്, പരിപാലകനാണ്. പക്ഷെ ദൈവത്തിന്റെ അന്തസത്ത, ദ ഇന്നർമോസ്റ്റ് ബീയിങ് ഓഫ് ഗോഡ്, അത് ഈശോയ്ക്ക് മുമ്പ് ലോകത്തിന് അജ്ഞാതമായിരുന്നു. പൗലോസപ്പോസ്തലൻ റോമാലേഖനത്തിൽ ദൈവത്തെ പറ്റിയുള്ള അറിവിനെ പറ്റി നൽകിയിരിക്കുന്ന ഒരു വാക്യം നമുക്കിപ്പോൾ ഒന്ന് വായിച്ചാൽ സഹായകമാകും. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, റോമാലേഖനം 1:19 ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം, ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അറിയാൻ കഴിയുന്നതൊക്കെ എന്ന് പറഞ്ഞതിനർത്ഥം മനുഷ്യന്റെ പരിമിതമായ ബുദ്ധി കൊണ്ട് അറിയാൻ കഴിയുന്നു. പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ കാര്യകാരണം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ദൈവത്തിന്റെ അസ്തിത്വത്തിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതാണ്. പ്രധാനപ്പെട്ട ഒരു കാരണം, ഈ അതിമനോഹരവും അതിസങ്കീർണവുമായ ഈ ഒരു ലോകം ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ തീർച്ചയായും ഒരു സൃഷ്ടികർത്താവ് ഉണ്ടായിരുന്നേ പറ്റൂ. ഒരു വാച്ച് നമ്മൾ ഉദാഹരണം പഠിച്ചിട്ടുള്ളതാണ് പണ്ട്. ഒരു വാച്ച് കണ്ടാൽ ആ വാച്ച് വെറുതെ ഇങ്ങനെ ഉണ്ടായി വരികയില്ല, ആ വാച്ച് ഉണ്ടാക്കിയ ഒരാൾ പുറകിലുണ്ടാകും. ഇതുപോലെ ഈ സൃഷ്ടപ്രപഞ്ചം, ഈ വാച്ചിനൊക്കെ എത്രയോ കോടി അധികം സങ്കീർണമാണ് ഈ സൃഷ്ടപ്രപഞ്ചം. ശാസ്ത്രത്തിനോ സാങ്കേതിക ജ്ഞാനത്തിനോ അതിന്റെ അംശം പോലും ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല, മനസ്സിലാക്കാൻ പറ്റുകയുമില്ല പൂർണ്ണമായി. അപ്പൊ അതിന്റെ പിന്നിൽ തീർച്ചയായും ദൈവം എന്ന ഒരു മഹാജ്ഞാനം, ഒരു മഹാശക്തിയുണ്ട്. ഇത് നമ്മുടെ ഹ്യൂമൻ ലോജിക്കിൽ മനസ്സിലാകുന്ന കാര്യമാണ്. പക്ഷേ ദൈവത്തെ പറ്റിയുള്ള അറിവിന്റെ ഏറ്റവും മിനിമൽ ലെവലിൽ അറിവാണത്. ദൈവത്തെ പറ്റിയുള്ള യഥാർത്ഥ അറിവ് അതല്ല. നമ്മൾ പറയാറുണ്ട്, കൂടെ കിടക്കുന്നവന് രാപ്പനെ അറിയാൻ പറ്റും, ദൈവം ആരാണെന്ന് ശരിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ആർക്കാ? ദൈവത്തിന് മാത്രമേ പറ്റൂ. പരിശുദ്ധ ത്രിത്വത്തിലെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ ത്രിത്വത്തിലെ ഒരാൾ എന്ന നിലയ്ക്ക്, ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഈശോ മിശിഹായ്ക്ക് മാത്രമേ ദൈവത്തെ പറ്റിയുള്ള പൂർണ്ണ അറിവ്, യഥാർത്ഥ അറിവ് തരാൻ സാധിക്കും. ഇനി നമുക്ക് നോക്കാം ഈശോ എങ്ങനെയാണ് ദൈവത്തെ അവതരിപ്പിച്ചത്. ഈശോ ദൈവത്തെ അവതരിപ്പിക്കുന്നത് ദൈവം ഏകാന്തനല്ല, മറിച്ച് 3 വ്യത്യസ്ത വ്യക്തികളുടെ ഒരു കൂട്ടായ്മയാണ് എന്ന്. God is a family of 3 divine persons. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അപ്പൊ ദൈവം ത്രിത്വമാണ് എന്ന രഹസ്യമാണ് ഈശോ മിശിഹാ വഴി വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ക്രിസ്തുമതത്തിന് മാത്രമേ
ദൈവസ്നേഹമാണെന്ന് പറയാൻ സാധിക്കുള്ളൂ. സ്നേഹിക്കുന്ന പിതാവ്, സ്നേഹിക്കപ്പെടുന്ന പുത്രൻ, അവർ ഇരുവരുടെയും സ്നേഹഫലമായ മൂന്നാമതൊരു വ്യക്തി പരിശുദ്ധാത്മാവ്. ഈശോയ്ക്ക് മുമ്പ് ഈ ജ്ഞാനം ലോകത്തിന് ഉണ്ടായിരുന്നില്ല. പിതാവേ എന്നൊരു വിശേഷണം ദൈവത്തിന് കൊടുക്കുന്നതായി പഴയ നിയമത്തിലും ചില ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ലോകത്തിൽ ആരും ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചപേക്ഷിച്ചിട്ടില്ല ഈശോ വരുന്നത് വരെ, ഈശോ പഠിപ്പിക്കുന്നത് വരെ. ഈശോയുടെ പ്രബോധനങ്ങൾ നമ്മൾ ശരിയായി നിരീക്ഷിച്ച് പഠിച്ചാൽ കാണാൻ പറ്റും. വാ തുറന്നാൽ ഈശോയ്ക്ക് പിതാവിനെ പറ്റി പറയാനേ ഉള്ളൂ. പിതാവിൽ നിന്ന് കേട്ടത് മാത്രം ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവിൽ കണ്ടത് മാത്രം ഞാൻ ചെയ്യുന്നു, എന്നെ കാണുന്നു, പിതാവിനെ കാണുന്നു, പിതാവും ഞാനും ഒന്നാകുന്നു, പിതാവാണ് എന്നെ അയച്ചത് എന്നിങ്ങനെ ഉള്ള ഈശോയുടെ പ്രബോധനങ്ങൾ. ദൈവം പിതാവ് ആണ് എന്ന് ഈശോ വെളിപ്പെടുത്തുന്നു. ഈശോയെ പറ്റിയുള്ള വെളിപാടും ഈശോ വെളിപ്പെടുത്തിരുന്നുണ്ട്. ആ സമരിയാക്കാരി സ്ത്രീയെ കണ്ടപ്പോ ഈശോ എന്താ പറയുന്നത്? സമരിയാക്കാരി സ്ത്രീ പറയാണ്, മിശിഹ വരും, അവൻ വരുമ്പോൾ ഞങ്ങളെ എല്ലാം പഠിപ്പിക്കും. ഉടനെ ഈശോ മിശിഹായ്ക്ക് വേണ്ടി ദാഹിക്കുന്നവളാണ് അവളെന്ന് തിരിച്ചറിഞ്ഞപ്പോ ഉടനെ അവളോട് പറയാണ്, ഞാൻ തന്നെയാണ്. സ്ത്രീഹന്മാരുടെ പോലും കർത്താവ് നേരിട്ട് അങ്ങോട്ട് പറയുന്നില്ല, അവരോട് ചോദിക്കുകയാണ്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? പിതാവിനാൽ പിതാവിൽ നിന്ന് കിട്ടിയ ജ്ഞാനമനുസരിച്ച് പത്രോസ് പറയുന്നുണ്ട്, നീ മിശിഹായാണ്, ക്രിസ്തുവാണ്. പക്ഷേ സമരിയാക്കാരിയെ കണ്ടപ്പോൾ കർത്താവ് വളരെ വഴിപഴച്ച ജീവിതം നയിക്കുന്നവളാണ് അവൾ ഒരു വശത്ത്. മറുവശത്ത് ദൈവത്തെ അറിയാനുള്ള കൊതി അവിടെ ഉള്ളിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് അവൾ പറയാണ്, എന്റെ പ്രതീക്ഷ മിശിഹ വരാൻ വേണ്ടിയാണ്. അവിടുന്ന് വരുമ്പോൾ, അവൾ പറയുന്ന പ്രത്യേക വാക്യത, അവിടുന്ന് മിശിഹ വരുമ്പോൾ ഞങ്ങളെ എല്ലാം അറിയിക്കും. എന്തറിയിക്കാനാ മിശിഹ? ദൈവത്തെ പറ്റിയുള്ള പൂർണ്ണ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവനാണ് മിശിഹ. ഉടനെ ഈശോ അവൾ പറയാണ്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ്. അത് കേട്ടപ്പോഴാണ് ആ സ്ത്രീയുടെ ജീവിതം മുഴുവനും അടിമുടി മാറിപ്പോകുന്നത്. അവളുടെ ആത്മാവ്, നേരത്തെ നമ്മൾ വായിച്ചില്ലേ കുർബാനയിൽ, പ്രാർത്ഥനയിൽ, അവളുടെ ആത്മാവ് പ്രകാശിപ്പിക്കപ്പെട്ടു. പിന്നെ അവൾ നോക്കി നിൽക്കുന്നില്ല, അവളുടെ ജീവിതം പരിപൂർണമായിട്ട് വ്യത്യസ്ത ലൈനിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. കർത്താവ് ദേവാലയത്തിൽ വെച്ച് സുഖപ്പെടുത്തിയ ഒരാളോട് അയാളെ കർത്താവ് സുഖപ്പെടുത്തുന്ന ഏറ്റു പറഞ്ഞതിന്റെ പേരിൽ അയാളെ യഹൂദന്മാർ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി കളയും. സമൂഹത്തിൽ നിന്ന് സമൂഹ ഭ്രഷ്ട് കൽപ്പിച്ച് അയാളെ പുറത്താക്കി. എന്നിട്ട് ഈശോ അയാളെ തേടി നടക്കുകയാണ്. കണ്ടെത്തിയപ്പോ പറയാണ്, നീ മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നോ? അയാൾ ചോദിക്കുകയാണ്, അതാരാണ്? ഉടനെ ഈശോ പറയാണ്, ഞാൻ തന്നെയാണ് മനുഷ്യപുത്രൻ. സത്യദൈവം എന്നതിന് ഉപയോഗിക്കുന്ന വേറൊരു പകരം ഉപയോഗിക്കുന്ന വാക്കാണ് മനുഷ്യപുത്രൻ. അത് നമുക്ക് ഈ പഠന പരമ്പരയിൽ ഒരു ക്ലാസ് ആയിട്ട് തന്നെ നമ്മളത് അവതരിപ്പിക്കും. ഈ മനുഷ്യപുത്രൻ എന്ന് പറയുന്നതിന്റെ അർത്ഥവും അതിന്റെ അർത്ഥതലങ്ങളെല്ലാം. അപ്പോൾ ഈശോ തന്നെ വെളിപ്പെടുത്തുകയാണ്. ഈശോയുടെ സകല പ്രവർത്തികളും ഒരു വെളിപാടായിരുന്നുവെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ അവസാനത്തെ വാക്യങ്ങളാണ് യോഹന്നാൻ 20, 30, 31. ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും യേശു ശിഷ്യരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു. എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവന്റെ നാമത്തിൽ
ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. ഇവിടെ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക പ്രോസസ്സാണ്. അതിന് 3 തലങ്ങളാണുള്ളത്. ആദ്യം തന്നെ മാമോദിസ വഴി ഗിഫ്റ്റായിട്ട് കിട്ടുന്ന വിശ്വാസമാണ്. അത് വിശ്വാസത്തിന്റെ പ്രഥമ രൂപമാണ്, ഒന്നാമത്തെ രൂപം. മാമോദിസ വഴി ഗിഫ്റ്റായിട്ട് കിട്ടുന്നതാണ്. ഇനി അത് ഒരു വിത്ത് പോലെയാണ്. അതിനെ നമ്മൾ വളർത്തിക്കൊണ്ട് വന്നു കഴിയുമ്പോൾ അതാണ് അറിവ്. യേശുവിനെ പറ്റിയുള്ള, ദൈവത്തെ പറ്റിയുള്ള അറിവ് നേടുന്നതിലൂടെ മാമോദിസ കിട്ടിയ വിശ്വാസം വർദ്ധിക്കുന്നു, വളരുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? കർത്താവിനെ പറ്റിയുള്ള അറിവിൻ വളരുന്നതനുസരിച്ച് നമ്മളുടെ ജീവിതം കർത്താവിന് നാം അടിയറ വയ്ക്കുന്നത് ആനന്ദം കണ്ടെത്തും. കത്തോലിക്കാ സഭയുടെ മതബോധ ഗ്രന്ഥം 143 ആണ് ഇക്കാര്യം സഭ പഠിപ്പിക്കുന്നത്. അതിപ്രകാരമാണ് 143 ഖണ്ഡിക. വിശ്വാസം വഴി മനുഷ്യൻ തന്റെ ബുദ്ധിയെയും മനസ്സിനെയും പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുന്നു, അടിയറ വയ്ക്കുന്നു. സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മനുഷ്യൻ തന്റെ അസ്തിത്വം മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് പ്രത്യുത്തരം നൽകുന്നു. വെളിപാടിന്റെ കർത്താവിന് മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരത്തെ വിശ്വാസത്തിന്റെ അനുസരണം എന്നാണ് വിശുദ്ധ ഗ്രന്ഥം വിളിക്കുന്നത്. ഇപ്പൊ ഈ 141 ഖണ്ഡികയിൽ എന്താണ് പറയുന്നത്? വിശ്വസിക്കുക എന്നതിനർത്ഥം ദൈവത്തിന് പൂർണ്ണമായി കീഴടങ്ങുക, ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കുക. അതെങ്ങനെയാണ് അത് ചെയ്യാൻ സാധിക്കുന്നത്? ദൈവത്തെ പറ്റിയുള്ള അറിവാണ് അതിലേക്ക് നയിക്കുന്നത്. അതാണ് സമരിയാക്കാരി സ്ത്രീ ഈശോയിൽ നിന്ന് ദൈവത്തെ അറിഞ്ഞ ഉടനെ അവളുടെ ജീവിതം ദൈവവേലയ്ക്ക് വേണ്ടി പൂർണ്ണമായി അവൾ മാറ്റിവെക്കുന്നു. കടൽ തീരത്ത് വെച്ച് 2 ബഞ്ച് നിറയെ മത്സ്യം കണ്ട പത്രോസും അന്ത്രയോസും അവർക്ക് ഒരു മീൻ പോലും രാത്രി കിട്ടാതെ നിരാശപ്പെട്ട് പണിയെല്ലാം അവസാനിപ്പിച്ച് വീട്ടിൽ പോകാൻ ഒരുങ്ങുമ്പോഴാണ് ഈശോ വന്നിട്ട് ഒരു വാക്ക് കൽപ്പിച്ച് 2 ബഞ്ച് നിറയെ മത്സ്യം കിട്ടി. മുക്കുവന്മാർക്ക് പ്രത്യേകത ഉള്ളത് മീനിനോട് മറ്റാരേക്കാൾ കൂടുതൽ കൊതി അവർക്കാ. മീനെ കണ്ട അവർ പിടിയല്ല. ഈ 2 ബഞ്ച് നിറയെ മീൻ കിട്ടി അവര് ഒരു മീനെങ്കിലും എടുത്ത് വീട്ടിൽ കൊണ്ട് കറി വയ്ക്കാൻ തയ്യാറാകുന്നില്ല. ആ വഞ്ചിയോടുകൂടെ ആ മീൻ മുഴുവനും കടൽ തീർത്തിട്ടിട്ട് കർത്താവിന്റെ പുറകെ ഇറങ്ങിപ്പോവുക. അതാണ് വിശ്വാസം. ദൈവത്തെ അറിഞ്ഞാൽ പിന്നെ അടിയറ് വെക്കല് സ്വാഭാവികമായി വരും. അത് വിശ്വാസത്തിന്റെ 3 സ്റ്റെപ്പാണ്. വിശ്വാസത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് മാമോദീസ വഴി നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയിരിക്കുന്നതാണ് വിശ്വാസം. രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മുടെ പരിശ്രമം കൊണ്ട് അതിൽ ആഴപ്പെടണം, ദൈവത്തെ പറ്റിയുള്ള അറിവിൽ ആഴപ്പെടണം. അത് നമ്മൾ ഒരു ദിവസം കൊണ്ട്, ഒരു മണിക്കൂർ കൊണ്ട് പൂർത്തിയാകേണ്ടത്. നമ്മുടെ ജീവിതം മുഴുവൻ ദൈവത്തെ അറിയാൻ വേണ്ടിയുള്ളതാണ്. നമ്മൾ അത് കാറ്റഗിസ്റ്റിന് പഠിച്ചതാണല്ലോ. എന്തിനാണ് ദൈവം നിന്നെ സൃഷ്ടിച്ചത്? ദൈവത്തെ അറിയാൻ. അപ്പൊ ദൈവത്തെ അറിയാനുള്ള ഒരു 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 അന്വേഷണം, അതാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ രത്ന ചുരുക്കം. അതാണ് ക്രൈസ്തവ ജീവിതം. മാമോദിസ സ്വീകരിച്ച അപ്പോൾ മുതൽ അവസാനം വരെ, അന്ത്യശ്വാസം വരെ. അതാണ് നമ്മള് ബെനഡിക്ട് പാപ്പായെ പറ്റി ഇതിനു മുമ്പത്തെ വീഡിയോ ഞാൻ പറഞ്ഞു തോന്നുന്നു. ബെനഡിക്ട് പാപ്പ 21ാമത്തെ വയസ്സിലാണ് ഈശോയെ പറ്റിയുള്ള പഠനം സീരിയസ് ആയിട്ട് എടുക്കുന്നത്. സെമിനാരി പ്രവേശിച്ചപ്പോൾ. സെമിനാരി ഒരുപാട് വിഷയങ്ങൾ പഠിക്കാനുണ്ട്, ദൈവശാസ്ത്രം. പക്ഷെ അതിലേറ്റവും ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ പറഞ്ഞ പോലെ ക്രിസ്റ്റോളജിയാണ്, ക്രിസ്തുവിനെ പറ്റിയുള്ള ശാസ്ത്രമാണ്. ഈ ബെനഡിക്ട് പാപ്പ വളരെയധികം ആഴത്തിൽ പഠിച്ചൊരു വിഷയമാണ് ക്രിസ്റ്റോളജി, ക്രിസ്തു ശാസ്ത്രം, അല്ലെങ്കിൽ മിശിഹാ രഹസ്യം. 95ാമത്തെ വയസ്സിൽ മരിക്കുമ്പോഴും അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുക. അവസാന നാളിൽ അദ്ദേഹത്തിന്റെ ഭക്ഷണം കുറെ നാളുകൾക്ക് മുമ്പ് നിർത്തിയിരുന്നു. പിന്നെ വെള്ളമാണ് കുടിച്ചിരുന്നത്. വെള്ളവും അവസാനത്തെ ഏതാനും ആഴ്ചകൾക്കും വെള്ളം കൂടി നിന്നെന്നാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ അവസാനത്തെ ദിവസങ്ങൾ പോലും പാതിരാത്രിയിൽ ലൈബ്രറിയിൽ ലൈറ്റ് ഉണ്ടായിരുന്നു പറയുന്നുണ്ട്. ഈശോയെ പറ്റിയുള്ള പഠനം കൊണ്ട് തീരുന്നില്ല. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്നതാ? ബിയാറ്റിക് വിഷനാണ്.
ജീവിതം മുഴുവനും കർത്താവിനെ അറിയാൻ വേണ്ടി കൊതിച്ചിരുന്ന മനുഷ്യൻ സ്വാഭാവികമായും മരണത്തോടെ കർത്താവിന്റെ തിരുമുമ്പിലേക്ക് ആനയിക്കപ്പെടും. അവിടെ കർത്താവിനെ മുഖാമുഖം കണ്ടറിയും. അപ്പൊ ജീവിതം മുഴുവനും കർത്താവിനെ അറിയാൻ ശ്രമിക്കാതെ പറ്റിയ ഒരു മരം, തെക്കോട്ട് ചാഞ്ഞിരിക്കുന്ന മരം കാറ്റ് വരും വടക്കോട്ട് മറിഞ്ഞു വീഴുമെന്ന് പറയുന്ന ഭോഷത്വമല്ലേ? തെക്കോട്ട് ചാഞ്ഞു നിൽക്കുന്ന ഒരു മരം കാറ്റ് വരും വടക്കോട്ട് വീഴുമെന്ന് പറയുന്നത് എന്തുമാത്രം ഭോഷത്വമാണ്. അതുപോലെ ആയിരിക്കും ജീവിതകാലം മുഴുവൻ ദൈവത്തെ അറിയാൻ വേണ്ടി തീവ്രമായി യത്നിക്കാത്തൊരു വ്യക്തി മരണശേഷം സ്വർഗം കിട്ടുമെന്ന് പറയുന്ന ശുദ്ധ ഭോഷത്വം. എന്താണ് സ്വർഗം കിട്ടുന്നതിന് അർത്ഥം? ദൈവത്തെ നേരിട്ട് കണ്ടറിയാതാണ്. ആ അറിവ് നിത്യകാലം മുഴുവനും പരമാനന്ദം തരുന്നതായതുകൊണ്ട് മടുപ്പ് തോന്നിയല്ല. ദൈവത്തെ പറ്റിയുള്ള അറിവെന്ന് പറയുന്നത് അതിന്റെ പേരാണ് പരമാനന്ദം, നിത്യസൗഭാഗ്യം, പിയാറ്റിഫിക് വിഷൻ, സൗഭാഗ്യ ദർശനം. അപ്പൊ അതിന് ഈ സ്കൂളിൽ ഒരു ക്ലാസ്സിലും പഠിക്കാത്ത ഒരാൾ 10ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് എഴുതാൻ പോയി എങ്ങനെ ഇരിക്കും? അപ്പൊ ജീവിതകാലം മുഴുവൻ ദൈവത്തെ അറിയാൻ വേണ്ടി നിരന്തരം ശ്രമിക്കാത്തൊരു വ്യക്തിക്ക് മരണശേഷം ദൈവത്തെ എങ്ങനെ അറിയാൻ പറ്റും? അല്ല, സ്വർഗ സൗഭാഗ്യം ദൈവത്തെ അറിയലിന്റെ പൂർണ്ണതയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ജോൺ മരി വിയാനി പുണ്യാൻ പറഞ്ഞത്, ദൈവത്തെ എല്ലാറ്റിലും അധികമായി ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക അതാണ് ഏക കൽപ്പന. നിയമാവർത്തന പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ 5-ൽ ആ ഒറ്റ കൽപ്പനയേ ഉള്ളൂ. സഹോദര സ്നേഹത്തെ പറ്റി മിണ്ടുന്നു പോലുമില്ല ആ കൽപ്പനയിൽ. സഹോദര സ്നേഹം ദൈവത്തെ സ്നേഹിക്കുന്നതിന് ഒരു പാർശ്വഫലം മാത്രമാണ്. പക്ഷെ ഈശോ ആ കൽപ്പന വ്യാഖ്യാനിക്കുമ്പോൾ പറയുന്നത് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തി എന്ന് കർത്താവ് മാറ്റിയിട്ട് പൂർണ്ണ മനസ്സെന്നാക്കി. അതേപറ്റി ജോൺ വിയാനി പുണ്യവാൻ പറയുകയാണ്, പൂർണ്ണ മനസ്സോടെ കർത്താവിനെ സ്നേഹിക്കുക അർത്ഥം ദൈവത്തെ അറിയാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുക എന്നാണ്. അപ്പൊ ഈ ദൈവത്തെ പറ്റിയുള്ള അറിവ്, ദൈവം ത്രിത്വമാണെന്ന് അറിവ് ഞാൻ അവസാനിപ്പിച്ചില്ലായിരുന്നു. പിതാവിനെ പറ്റി ഈശോ നിരന്തരം സംസാരിച്ചുകൊണ്ടിരുന്നു. താൻ ആരാണെന്നും ഈശോ സ്പഷ്ടമായി വെളിപ്പെടുത്തിയിരുന്നു. തന്റെ പ്രവർത്തികളിലെ യോഹന്നാന്റെ അവസാനത്തെ വായിച്ച ഭാഗത്തു നിന്ന് നമ്മൾ മനസ്സിലാക്കി ഈശോയുടെ ഒരു ശ്വാസോച്ഛ്വാസം പോലും, ഈശോ ചെയ്ത എല്ലാ പ്രവർത്തികളും ഈശോ പുത്രനായ ദൈവം തന്നെയാണ് വെളിപ്പെടുത്തുന്ന പ്രവൃത്തി. അവിടുത്തെ അത്ഭുതങ്ങളെല്ലാം അവിടുന്ന് ആരാണ് വെളിപ്പെടുത്തുക. അതുകൊണ്ടാണ് ഈശോ ശിഷ്യന്മാരോട് വേറെ ഒന്നും ചോദിക്കുന്നില്ലോ, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ഈശോ ആരെന്നുള്ള അറിവാണ് ശിഷ്യന്മാരുടെ ജീവിതത്തെ യഥാർത്ഥ സാക്ഷാത്കാരത്തേക്ക് നയിക്കുകയുള്ളൂ. ഈശോ പരിശുദ്ധാത്മാവിനെ പറ്റിയും പറയും. ഈശോയുടെ ജീവിതത്തിന് അവസാന കാലഘട്ടം ഈശോ വാ തുറന്നാൽ ആത്മാവിനെ പറ്റി സംസാരിക്കുന്നതാണ്. അന്ത്യത്താഴത്തിൽ പ്രസംഗം എടുത്ത് നോക്കി കാണാൻ പറ്റും. പരിശുദ്ധാത്മാവിനെ പറ്റി കർത്താവ് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ ശ്രമിച്ചതാണ് പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അറിയുക മനുഷ്യന്റെ അസ്തിത്വാത്മകമായ ആവശ്യമാണ്. ദൈവത്തെ അറിയാത്തൊരു മനുഷ്യനെന്ന് വിളിക്കപ്പെടാൻ പോലും യോഗ്യത അവനുണ്ടാകുകയില്ല. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ ദൈവത്തെ അറിയാൻ വേണ്ടി. പക്ഷേ ദൈവം മഹാരഹസ്യമാണ്, മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമാണ്. അതുകൊണ്ട് മനസ്സിലാക്കാൻ ആർക്കും പറ്റുകയില്ല. മനസ്സിലാക്കി തരാൻ പിന്നെ ആർക്കേ പറ്റുകയുള്ളൂ? ദൈവം തന്നെയായ ഒരുവനെ പറ്റുകയുള്ളൂ. ദൈവം തന്നെയായ മാത്രം പോരാ, മനുഷ്യനും കൂടെ ആകണം. ദൈവവും മനുഷ്യനും ഒരേ സമയത്തായവന് മാത്രമേ ദൈവത്തെ പറ്റിയുള്ള ശരിയായ അറിവ് തരാൻ പറ്റുകയുള്ളൂ. അതാണ് ഈശോ മിശിഹാ ചെയ്തത്. അവിടുന്ന് മനുഷ്യാവതാരം ചെയ്ത് നമ്മുടെ ഇടയിലേക്ക് വന്ന് നമുക്ക് പറ്റാവുന്നതാണ്, നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ കൈപ്പബിലിറ്റി അനുസരിച്ച്, നമ്മുടെ കഴിവനുസരിച്ച് ഈശോ ദൈവത്തെ അറിയാൻ തക്കവണ്ണം അവിടുന്ന് നമ്മളോട് സാധാ പൂർവ്വകാലങ്ങൾ പിതാക്കന്മാർ സംസാരിച്ച ദൈവം അവസാന നാളുകൾ തന്റെ പുത്രൻ മുഖേന പറഞ്ഞതിനർത്ഥം ഈ നാളിനെ പറ്റിയല്ല, എന്റെ പൂർണ്ണതയെ പറ്റിയായി പറയുന്നത്. ആ ദൈവത്തെ പറ്റിയുള്ള അറിവ് പ്രവാചകന്മാരിലൂടെ ഭാഗികമായി നൽകപ്പെട്ടു. ഈശോയിലൂടെ പൂർണ്ണതയിൽ നമുക്ക് ലഭിച്ചു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈശോയെ പറ്റിയുള്ള തുടർന്നുള്ള പഠനങ്ങൾ നമുക്ക് പല വിഷയങ്ങൾ പഠിക്കും. പക്ഷെ അതിന്റെ ആത്യന്തിക ഫലം ഇതാണ്, ദൈവത്തെ നമ്മൾ പടിപടിയായി അറിഞ്ഞ് അറിവിൽ പുരോഗതി പ്രാപിക്കും. അപ്പൊ പിന്നെ നമുക്ക് ആർക്കും മരണത്തെ പറ്റി പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ നിത്യത എന്താകുമെന്ന് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. നിത്യത ഉറപ്പാണ്. നിത്യമായ സൗഭാഗ്യത്തിൽ തന്നെ നമ്മൾ പ്രവേശിക്കാനായിട്ട് പോവുകയാണ് ചെയ്യുന്നത് അതുവഴിയായിട്ട്. ഈശോ മിശിഹായ്ക്ക് സ്തുതി.